ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇത് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് റീഡിങ്ങിലേക്ക് കിടക്കാം. കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ഏസ് ഓഫ് സൂ, ദ ക്യൂൺ ഓഫ് വാൺസ് ആൻഡ് ദ ഡെത്ത് കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. ഓക്കെ, ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ വല്ലാതെ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഒരു പേഴ്സണെ പലരെയും സംബന്ധിച്ച് ഒരു ഫാമിലി തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അത് മേ ബി എല്ലാവർക്കും അത് റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ദ ഫാമിലി കാർഡ്, ദ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ അല്ലെങ്കിൽ വല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അനിയത്തി, അങ്ങനെയുള്ളൊരു രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു പേഴ്സണ് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം. അതേപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് വീണ്ടും ഒരു പുതിയൊരു തുടക്കം വേണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച രീതിയിൽ ആവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയിട്ട് 6 മന്തിന് മുകളിലായി കാണാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലേക്ക് പോകുന്നുണ്ടാവും എന്തുകൊണ്ടും, അല്ലെങ്കിൽ കുറേ ആൾ സംബന്ധിച്ച് 1 ഇയറിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഏസ് ഓഫ് സോഡ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ലവേഴ്സ് കാർഡ്, ക്യൂൺ ഓഫ് വൺസ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി വീണ്ടും നമുക്ക് 10 ഓഫ് കപ്സ് കിട്ടി. വളരെ ഫാമിലി ആയിട്ട് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് അതിന് നിങ്ങളായിട്ട് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഈഗോ ഉണ്ട്. അതുപോലെ തന്നെ ഈഗോ ക്ലാഷിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തയ്യാറല്ലെങ്കിൽ, എനിക്ക് ഇത്രയും നാൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നു, പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പണ്ടത്തെ പോലെ ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പോയാലും ഇവർക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല, അത്രയും അഡിക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പലരും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കാണ് കൂടുതലായിട്ടും പോകുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇവിടെ തേർഡ് പാർട്ടി പേഴ്സണായിട്ടുള്ളവരുണ്ട് നല്ല രീതിയിൽ, അതും ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാറില്ലേ, അതേമാതിരി കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എടുക്കുന്ന ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് വേറൊരു സിറ്റുവേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി അതെന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും പണ്ട് ഞാൻ പറയുന്ന പോലെ അക്കരെ പച്ചടി പോയതാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഈ വ്യക്തി പ്രതീക്ഷിച്ച പോലുള്ള ഒരു കാര്യമല്ല അപ്പുറത്ത് നടന്നതെന്ന് കാണിക്കുമ്പോൾ മെല്ലനെ നിങ്ങൾ എന്തായിരുന്നു എന്നും, അല്ലെങ്കിൽ അന്ന് നിങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും വരും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വെയിറ്റ് ചെയ്ത് ഹോപ്പോട് കൂടി നിന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു വ്യക്തി ഒരു ഹോപ്പോടെ നിൽക്കുന്നുണ്ട് പലരെയും സംബന്ധിച്ച്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം അത് ഈ ഒരു വ്യക്തിക്ക് അറിയാത്ത പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്. ചുരുക്കി പറഞ്ഞ സിറ്റുവേഷനിൽ ഹോപ്പ് ഉണ്ട്, പക്ഷെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്ത പോലെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പഴയ സ്ഥാനം തരണം. ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴും വേണം. നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വെയിറ്റിംഗ് കാർഡാണ്. ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ടവർ കാർഡാണ് കിട്ടിയത്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ടവർ കാർഡാണ് കിട്ടിയത്. കാരണം എന്തുണ്ടെങ്കിലും നിങ്ങളെ വെച്ചാണ് വേറൊരു സ്ഥലത്ത് കമ്പയർ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അതിൽ വലിയൊരു തടസ്സമുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ഈ ഒരു വ്യക്തി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ അങ്ങനെയാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസ്, കുറേ ആൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മെമ്മറീസിൽ സ്റ്റക്കഡാണ് ഈ ഒരു വ്യക്തി. അതുപോലെ തന്നെ പണ്ട് നിങ്ങളോടുമായിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പം പലരെയും സംബന്ധിച്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ
ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കെയർ ചെയ്ത രീതിയും ഇതൊക്കെ നല്ല രീതിയിൽ ആ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയോടുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണെന്ന് പറയില്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ ഹോപ്പ് ഉണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ആഗ്രഹിച്ച പോലെയുള്ള രീതിയിൽ വരാത്തതുകൊണ്ട് അവിടെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പോകുന്നത്, ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തില്ലേ. പക്ഷേ പിന്നെ കുറേ കഴിയുമ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് മറന്നിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും അറിയുന്നുണ്ടാവില്ല. പലരെയും സംബന്ധിച്ചിട്ടൊരു ബ്ലോക്ക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇത് ടവർ സിറ്റുവേഷൻ, ബ്ലോക്ക് സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരാണ്. നോ കോൺടാക്റ്റ് പോയിട്ട് കുറേ നാൾ തന്നെയായി ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല, അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, മിസ്സിങ് ഉണ്ട്. പഴയൊരു മൊമെൻറ്റുകളിലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. എത്ര തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിലും അവരിലൊക്കെ നിങ്ങളെയാണ് ആ ഒരു വ്യക്തി സെർച്ച് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ പകുതി പോലും ആവുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അതുകൊണ്ടൊരു വെയിറ്റിംഗ് ഉണ്ട്, ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാളും മിണ്ടാതിരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ വരുന്നതെന്ന് അറിയുന്നത് ഈ ഒരു വ്യക്തിക്ക് അത്രയും ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു വ്യക്തി എവിടെ പോയാലും നിങ്ങളവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് ടോക്സിക് തന്നെയാണ് അതും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് തരം ബിസിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളെ, അതും ഓപ്ഷണലായിരിക്കാം, ചിലവർ അങ്ങനെയും ഉണ്ടാവുന്നുണ്ടാവും. നമുക്ക് നിങ്ങളുടേത് നോക്കാം. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 101% ജെന്യൂൻ ആണെങ്കിൽ അത് ആ ഒരു കാര്യത്തിന് പാലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് 101% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര തന്നെ വേദനയോടെ ആണെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സൽ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ആദ്യം മുതലേ നിങ്ങൾക്കത് ഓരോന്ന് തെളിഞ്ഞ് വരും. നമ്മളിപ്പോൾ പറയാറില്ലേ, ഒരു ബ്ലറായ ചിത്രത്തിന് പിന്നിൽ ഓരോന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പണ്ടേ എനിക്ക് തോന്നിയിരുന്നു എന്നുള്ള ആ ഒരു കാര്യം. ആ ഒരു രീതിയിലേക്കാണ് ചില കാര്യങ്ങൾ ഒട്ടും മാറ്റമില്ല എന്നറിയുമ്പോൾ നിങ്ങൾ നടന്നു പോകാനും നിങ്ങൾ റെഡിയാണ്. പക്ഷെ ആ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കും പലരും തിരിഞ്ഞു നോക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ത്വര കുറച്ച് പേർക്കുണ്ട്. കുറച്ച് പേരാണ് ബോൾഡായിട്ട് ഇല്ല, എനിക്കിനിയിപ്പോൾ എൻ്റെ കാര്യം മതി എന്നുള്ള കൺഫേം ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഉറപ്പുള്ളതുണ്ട്. അതായത് ഞാൻ എന്തിനാണ് അങ്ങോട്ട് വീണ്ടും പോകേണ്ടത്. കാരണം എപ്പോഴും എത്രയൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു ഓപ്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. പലരെയും സംബന്ധിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഈ പാച്ചസിൽ നിന്നും തുടങ്ങുക എന്നൊക്കെ പറയാറില്ലേ, നിങ്ങൾ ലക്ഷ്മണ രേഖ പോലെയുള്ള രേഖകളൊക്കെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ വളരെ നല്ലൊരു തീരുമാനമായിട്ട് കാണുന്നുണ്ട്. കാരണം ലൈഫിൽ നിങ്ങൾ ഓപ്ഷണലായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഒരാളുടെയും ഓപ്ഷനിലല്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടെയാണ് ജീവിതം വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പലരും ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പോവുക, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കൂടുതലും ജീവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു തിരിച്ചുവരവ് പലരെയും സംബന്ധിച്ച് എന്താണ് വീണ്ടും ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ഹേർട്ടാവുന്നല്ലാതെ വേറെ അതിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആദ്യം വരും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ്. അതായത് കുറച്ച് അവർക്ക് ബോറടിക്കുന്ന സമയത്ത് വരും, പിന്നെ അത് പോവും. പലർക്കും അതുപോലും ഇല്ലാത്തൊരിതുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പലരും ഹോപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾ വിചാരിക്കും എത്ര നോ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും അതെനിക്കാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടാകും. ബട്ട് അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റിനും കൂടി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ഈസ് വൺസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് കിട്ടുന്നത് 10 of
കപ്സാണ്. പലരെ സംബന്ധിച്ച് ഒരു പുതിയൊരു ബിഗിനിങ്ങിനുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം മുമ്പ് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ തന്നെ മറന്നിട്ടാകാം പലർക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ആര് വന്നാലും പോയാലും നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പലർക്കും അത് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും പല സിറ്റുവേഷനിൽ മറികടക്കാൻ സാധിച്ചതും മെഡിറ്റേഷനിലൂടെയാണ്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാൺസ് എനർജി എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കരിയറിൽ എഡ്യൂക്കേഷനിൽ വരാനുണ്ട്. അതായത് ഒരു ഡോറ് മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ അടച്ചിട്ടുള്ളൂ, അതിന് ചുറ്റും ഒരുപാട് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല വ്യക്തികളെ ഇനിയും കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെയിൻ മാത്രമേ തരുന്നുള്ളൂ, നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ വിഷമത്തിന് സന്തോഷം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് തന്നെ നിങ്ങളെന്താണ് ആ ഒരു വ്യക്തിയെ ബ്ലോക്ക്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അവിടെ സ്റ്റോപ്പായി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരേറെ കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ കുട്ടികൾ, അതുപോലെ മാരീഡൊക്കെ കഴിഞ്ഞവർ എൻ്റെ കുട്ടികൾ എന്നുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഞാനാണ് വലുത്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്, എന്നെ സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ സന്തോഷമാണ് വലുത് എന്നുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ട്. നമുക്ക് നോക്കാം കുറച്ചും കൂടി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പോലെ ഒക്കെ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് കിട്ടേണ്ട ജസ്റ്റിസ് അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതിനൊട്ടും ഒരാളും വൈകിട്ടുമില്ല, ഒരാൾ നേരത്തെയല്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. വെയിറ്റ്, നിങ്ങളോട് പറയും നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ് എങ്കിൽ നിങ്ങളൊന്നും കൊണ്ടും, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പലരെയും സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ഈ ഒരു പേഴ്സണായിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഘോഷിച്ച് അല്ലെങ്കിൽ തിരിച്ച് ഉന്മാദിച്ച് കളിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടാത്ത എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം എന്തായാലും മറുപടി തരാതിരിക്കില്ല എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, പക്ഷെ അതിൻ്റെ അപ്പുറം സന്തോഷം, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം പലർക്കും സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള മെഡിറ്റേറ്റ് ചെയ്യുന്നവർ അത് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോളൂ. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കൊണ്ടുവരും. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി നമുക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. റെയിൻബോ ബ്ലെസ്സിങ്സ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാർ അവേ പ്ലേസ്, ഗെറ്റ് റെഡി ഫോർ ന്യൂ ഹൊറിസോൺ, പലർക്കും ഒരു പുതിയ തുടക്കം പോലെ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അൺകവറിങ് ട്രഷർ എന്നുള്ളൊരു ബോട്ടം ഓഫ് ദ ഡെക്ക് സോളിറ്റ്യൂഡ് എന്നുള്ളൊരു കാർഡാണ്. ഇൻ സൈലൻറ്റ് പീസ് പ്രിവെയിൽസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളിൽ പലരും നല്ലൊരു ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്, എന്നൊരു യൂണിവേഴ്സലിനെ ട്രസ്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു തുടക്കം കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാനുണ്ട് റെയിൻബോ ബ്ലെസ്സിങ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാർഡ് പറയുന്നത് തന്നെ ബ്ലെസ്സിങ്സ് ആർ ഷവറിങ് യുവർ ലൈഫ് എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കോളും എന്നുള്ള രീതിയിലാണ്. അതായത് അടഞ്ഞുപോയ വാതിലുകൾക്ക് നേരെ നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. അൺകവറിങ് ട്രഷർ, നിങ്ങൾ ഓരോരുത്തരും ഒരു ട്രഷർ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബിനീത്ത് ദ സർവേഴ്സ് ലൈഫ് ഗ്രേറ്റ് ബൗണ്ടറി എന്നുള്ളതാണ്. അതായത് ഒരുപാട് കുറച്ചുകൂടി കാലങ്ങൾ, കുറച്ച് പേർക്ക് അത് വെയിറ്റിംഗ് പീരീഡാണ് കാണിക്കുന്നത്. അത് സോഡിയാക് അലൈൻമെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസിൽ വരുന്നതാണ്, എല്ലാവർക്കും അല്ല. കുറച്ച് പേര് നിങ്ങൾ ആ ഒരു ട്രഷറിന് അടുത്താണ്, കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള, ഇത്ര വരെ നിങ്ങൾ കടന്നു വന്നില്ലേ, ഇനിയും നിങ്ങൾക്ക് കടന്നു വരാനാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്,
നിങ്ങൾക്ക് ഏത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഗോഡസിൻ്റെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴും മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നവർക്കാണ് കുറച്ചും കൂടി, ഡിവൈനിൽ സറണ്ടർ ചെയ്തവർക്ക് ഡിവൈൻ ഹീലിംഗ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഹോണർ യുവർ സെൻസിറ്റിവിറ്റി, റിട്രീവ് ദ റീചാർജ് ആൻഡ് ഹീൽ യുവർ ലൈറ്റ് ക്യാൻ സപ്പോർട്ട് അതർ. നിങ്ങളുടെ ലൈറ്റ് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് എന്താണ്? നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് എന്താണ് നന്മയുണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും അല്ലെങ്കിൽ ഡിവൈൻ ഹീലിംഗ് പോസിബിളാണ് എന്നുള്ള, നിങ്ങൾക്കും മറ്റുള്ളവരെ ഹീല് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സനത് കുമാര കാർഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലോർഡ് കൃഷ്ണ, ലോർഡ് ശിവ, ഈ 2 ദൈവത്തിനെയും കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് അഫർമേഷനിൽ മാനിഫെസ്റ്റേഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സനത് കുമാര എന്നുള്ളൊരു കാർഡാണ്. അതായത് ലൈറ്റ് ആക്ടിവേഷനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷൈൻ യുവർ ലൈറ്റ് എന്നുള്ളതാണ്. യുവർ ഇന്നർ ഗൈഡൻസ് ഇസ് കമ്മിങ് ത്രൂ ലൗഡ് ആൻഡ് ക്ലിയർ. ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഹോളി അമിത്തിസ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ഡിവൈൻ ആൽക്കമി എന്നുള്ളതാണ്. എന്ത് തന്നെ ഇപ്പോഴുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് മറികടക്കാനുള്ള ഓരോരോ വഴികൾ നിങ്ങൾക്ക് പോസിബിളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ വാട്ട് യു ഡിസയർ. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാലഞ്ചസിന്, ഈ ഒരു ചാലഞ്ചസ് മറികടക്കാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള കെൽപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് നമുക്കൊരു ഡിവൈൻ ഹീലറി എന്നുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരാൾ ഹീല് ചെയ്യിക്കണമെങ്കിൽ അതെല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം നിങ്ങളിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.